ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വേർഡാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ വേർഡിന്റെ ഒരു പാർട്ട് 1 നമ്മൾ ചെയ്തിരുന്നു. അതിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ പാർട്ട് 1ൽ നമ്മൾ ഹോം മെനുവിലെ ടേബിൾ എന്ന് പറയുന്ന ഒരു സെക്ഷൻ അല്ലെങ്കിൽ നമ്മളൊരു പാരഗ്രാഫിനെ എങ്ങനെ ഒരു ബോക്സിലേക്ക് മാറ്റും അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അതിന്റെ ബാക്കിയാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിനി നോക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്തത് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷനാണ്. സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഇപ്പൊ ഈ പാരഗ്രാഫിനെ നമുക്ക് ഒന്ന് ഫോർമാറ്റ് ചെയ്യണം. അപ്പോൾ ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യാറ് ഇതിനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യണം. ബോൾഡ് ചെയ്യണം, ഇറ്റാലിക്, അണ്ടർലൈന്, സ്റ്റൈല്, സൈസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇതിനെ ഫോർമാറ്റ് ചെയ്ത് കിട്ടുന്നത്. ഇവിടെ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റൈലുകളുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ് ഇതിലേക്ക് അപ്ലൈ ആവും. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഇവിടെ വന്ന് പാരഗ്രാഫിൽ കഴ്സർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ വന്ന് ഓരോ സ്റ്റൈലിലും നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ പോയിന്റർ കൊണ്ടുവയ്ക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഓരോ സ്റ്റൈലുകൾ. അപ്പോൾ ഓരോ സ്റ്റൈലിലും ഇപ്പോൾ ഹെഡിങ് 1 എന്ന് പറയുന്ന ഒരു സ്റ്റൈലാണത്. അതിൽ ഇത്ര സൈസ്, ഇന്ന കളറ്, ഇത്ര ഫോണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിന്ന് സ്റ്റൈൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് സ്റ്റൈലാണോ വേണ്ടത് അതിൽ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റൈല് നമ്മുടെ പാരഗ്രാഫിന് മാറിയതായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് ഈ സ്റ്റൈല് വേണ്ട എന്നാണെങ്കിൽ ഇതേ സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്ന് നോർമൽ സ്റ്റൈലുകൾ ഇവിടെ വരുന്നുണ്ട്. ഇത് നമുക്ക് സെലക്ട് ചെയ്യാം. അതുമല്ലെങ്കിൽ ക്ലിയർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ക്ലിയർ ഫോർമാറ്റിംഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയപടി തന്നെ നമ്മുടെ പാരഗ്രാഫിനെ കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റൈല് അപ്ലൈ ചെയ്യുന്നത്. അടുത്തത് പറയാൻ പോകുന്നത് ഫൈൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഫൈൻഡ് എന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുള്ള ഈ പാരഗ്രാഫിൽ അല്ലെങ്കിൽ എത്ര പേജുകൾ നമ്മൾ എഴുതിയിട്ടുണ്ടോ ഈ പേജുകളിലെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് ചില വേർഡ്സുകൾ വരാറുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഒന്നും അല്ലെങ്കിൽ അത് ആ വേർഡിന് പകരം വേറെ വേർഡ് ചേർക്കാനായിരിക്കാം, അല്ലെങ്കിൽ ആ എല്ലാ വേർഡ്സും ഒരേപോലെ വരുന്ന എല്ലാ വേർഡ്സും കളയാനായിരിക്കാം. അപ്പൊ ഇത് നമ്മളിങ്ങനെ തെരഞ്ഞ് ഓരോന്ന് തെരഞ്ഞു വരണം. അപ്പൊ അതിന് പകരം ഇവിടെ ഫൈൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. അല്ലാതെ നമ്മൾ തിരയുമ്പോൾ ചിലപ്പോൾ ഇടയിൽ ഏതെങ്കിലും മിസ്സിംഗ് ആയിട്ട് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഫൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇതിൽ നാവിഗേഷൻ എന്ന് പറയുന്ന ഒരു പാന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൽ ഏതാണോ നമുക്ക് വേണ്ടത് ആ വേർഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് ചില സമയത്ത് വേർഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഈ ഒരു വേർഡാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വേർഡിനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പേജിൽ എവിടെയൊക്കെയാണ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് വേർഡ് വരുന്നത് അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേജിൽ അല്ലെങ്കിൽ പാരഗ്രാഫിൽ എവിടെയൊക്കെ ഡോക്യുമെന്റ് എന്ന് പറയുന്ന വേർഡ് വരുന്നു അതെല്ലാം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ കാണിച്ചു തരും. അപ്പോൾ ഇതാണ് ഫൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. നമുക്ക് ആവശ്യമുള്ള വേർഡ്സിനെ കാണാം. അത് ലെറ്റർ ആയിരിക്കാം, വേർഡ്സ് ആയിരിക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് അവിടെ ആ നാവിഗേഷൻ പാനലിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എവിടെയൊക്കെ ഡോക്യുമെന്റ് എന്നുള്ളത് വരുന്നോ അതെല്ലാം നമുക്ക് സെലക്ട് ചെയ്ത് കാണിച്ചു തരും. അപ്പൊ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഫൈൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊണ്ടുള്ള ഗുണം. ഇനി നമ്മൾ പറയുന്നത് അഡ്വാൻസ്ഡ് ഫൈൻഡ് എന്ന് പറയുന്നുള്ളതാണ്. അഡ്വാൻസ്ഡ് ഫൈൻഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഫൈൻഡ്, റീപ്ലേസ്, ഗോ ടു. അതിൽ ഫൈൻഡ് എന്നുള്ളത് നമ്മൾ എടുത്തു. ഫൈൻഡ് എന്നുള്ളത് നമ്മൾ എടുത്തതിന് ശേഷം ഡോക്യുമെന്റ് എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്തു. ഇത് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതല്ല, ഇതിന് പകരം നമുക്ക് വേറൊരു വേർഡാണ്. ഇപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു വേർഡാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ ഓപ്ഷൻ എന്നുള്ളത് കൊടുത്തു. ഇതിൽ വന്ന് ഈ ഹൈലൈറ്റ് ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ എന്ന് പറയുന്ന വേർഡിനെയും കൂടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരും. അതായത് സെലക്ട് ചെയ്ത് കാണിച്ചു തരും. ഈ പേജിൽ എവിടെയൊക്കെ വരുന്നു അതെല്ലാം നമുക്ക് കാണിച്ചു തരും. ഇനി അത് ക്ലിയർ ഹൈലൈറ്റിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പോവുകയും ചെയ്യും. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് ഏതിനെയാണോ ആ പേര് അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഹൈലൈറ്റ് ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
അത് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കാണാൻ പറ്റും. അത് നമ്മൾ എടുത്തത് ഫൈൻഡിൽ വന്നിട്ട് അഡ്വാൻസ് ഫൈൻഡ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമ്മൾ പറയുന്നത് അടുത്തത് ഗോ ടു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഗോ ടു എന്ന് പറയുന്നത് നമ്മൾ 1, 2, 3 പേജുകൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇവിടെ പേജ് ഉണ്ട്, ഓരോ സെക്ഷൻ ഉണ്ട്, ലൈൻ ഉണ്ട്, ബുക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗോ ടു എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്കിപ്പോ പേജ് ആണ് കാണേണ്ടത്. നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ സെലക്ഷൻ നിൽക്കുന്നത് 1ാമത്തെ പേജിലാണ്. അപ്പൊ നമ്മൾ ഒരുപാട് പേജ്, ഒരു 100 പേജോളം നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് 88ാമത്തെ പേജ് കാണണം അല്ലെങ്കിൽ 90ാമത്തെ പേജ് കാണണം. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണ് പതിവ്. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഫൈൻഡ് എന്ന് പറയുന്നതിൽ വന്ന് ഗോ ടു എന്നുള്ളത് എടുക്കുക. ഗോ ടു എന്നുള്ളത് എടുത്തതിന് ശേഷം ഇവിടെ പേജ് എന്ന് വന്നിട്ടുണ്ട്. പേജ് എന്നുള്ളതിൽ ഇവിടെ പേജ് നമ്പർ കൊടുക്കുക. ഞാനിപ്പോൾ 2 എന്നാണ് കൊടുക്കുന്നത്. 2 എന്നുള്ള പേജ് നമ്പർ കൊടുത്ത് ഗോ ടു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സെലക്ഷൻ ഓൾറെഡി 2ാമത്തെ പേജിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ ആകെ 2 പേജ് ഞാൻ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 2 എന്നുള്ളത് കൊടുത്ത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് പേജസ് എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ പേജ് നമ്പറിലേക്ക് അല്ലെങ്കിൽ ആ പേജസിലേക്ക് എത്താൻ വേണ്ടി പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് ഇവിടെ പേജ് നമ്പർ കൊടുത്ത് ഗോ ടു എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് പെട്ടെന്ന് അവിടെ എത്താൻ പറ്റും. അപ്പൊ അതാണ് അടുത്ത ഓപ്ഷൻ വന്നത്, ഗോ ടു. അപ്പൊ ഫൈൻഡ്, അഡ്വാൻസ് ഫൈൻഡ്, ഗോ ടു, ഈ 3 മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് റീപ്ലേസ് ആണ്. നമ്മൾ നേരത്തെ ഫൈൻഡ് ഉപയോഗിച്ചിട്ട് ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു വേർഡിനെ എവിടെയെല്ലാം വരുന്നു എന്ന് കണ്ടുപിടിച്ചു. അത് നമ്മൾ കണ്ടുപിടിച്ചത് ആ ഡോക്യുമെന്റ് എന്ന് പറയുന്ന വേർഡിന് പകരം ഫയൽ എന്ന് നമുക്ക് മാറ്റണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ കണ്ടുപിടിച്ച് വെച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് പകരം ഫയൽ എന്നുള്ളത് വരണം. ഡോക്യുമെന്റിന് പകരം ഫയൽ. നമ്മൾ സാധാരണ രീതിയിൽ ഓരോന്നും മായ്ച്ച് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ റീപ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ റീപ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. റീപ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം ഫൈൻഡ് വാട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈൻഡ് വാട്ട് എന്നുള്ള സ്ഥലത്ത് നമുക്ക് വേണ്ട വേർഡ് ഏതാന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡോക്യുമെന്റ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ ഡോക്യുമെന്റിനെ മാറ്റിയിട്ടാണ് നമുക്ക് ഫയൽ എന്നാക്കേണ്ടത്. അപ്പൊ ഡോക്യുമെന്റ് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് വാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ പേജിൽ ഇപ്പോൾ ഉള്ള വേർഡിനെയാണ് നമ്മൾ ഫൈൻഡ് വാട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് കൊടുക്കേണ്ടത്. റീപ്ലേസ് വിത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഡോക്യുമെന്റിന് പകരം നമുക്ക് അവിടെ ചേർക്കേണ്ട വേർഡാണ് കാണിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇവിടെ ഫയൽ എന്നുള്ളത് കൊടുത്തു. ഡോക്യുമെന്റിന് പകരം ഫയൽ എന്ന് പറയുന്നത് വരണം. ഇനി നമ്മൾ ഒന്നുമില്ല, ഇവിടെ വന്ന് റീപ്ലേസ് ഓൾ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തും ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡായിട്ട് മാറുന്നത് നമുക്ക് കാണാം. അപ്പൊ ഇവിടെ റീപ്ലേസ് ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. 30 റീപ്ലേസ് ചെയ്തു എന്നാണ് പറയണത്. ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡോക്യുമെന്റ്, നമ്മുടെ പാരഗ്രാഫിലോ ഈ പേജിലോ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് കാണാൻ പറ്റില്ല. പകരം അവിടെയെല്ലാം ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡായിട്ട് മാറിയിട്ടുണ്ടാവും. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഫൈൻഡ് ചെയ്ത് നോക്കാം. ഫൈൻഡിൽ വന്നിട്ട് നമ്മൾ ഇവിടെ ഡോക്യുമെന്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അതിനെ നമ്മൾ റീപ്ലേസ് ചെയ്തിരിക്കുന്നു. പകരം ഡോക്യുമെന്റിന് പകരം നമ്മൾ ഫയൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജിൽ ഫയൽ എന്ന് വരുന്നതെല്ലാം കാണാം. അപ്പൊ നമ്മളിപ്പോ ഡോക്യുമെന്റിനെ മാറ്റി ഫയൽ എന്നുള്ളത് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് റീപ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി ഈ റീപ്ലേസിൽ തന്നെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ റീപ്ലേസ് ഓൾ എന്നുള്ളത് കൊടുത്തു ഇപ്പോൾ. പക്ഷെ നമുക്ക് എല്ലാ സ്ഥലത്തും മാറ്റേണ്ട. ചില സ്ഥലങ്ങൾ സെലക്ട് ചെയ്ത് അതിനെ മാത്രം നമുക്ക് ചേഞ്ച് വരുത്തിയാൽ മതി. അതായത് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിപ്പോ ഫയൽ എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പേജിൽ. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഫയൽ എന്നുള്ളത് മാറ്റി ഡോക്യുമെന്റ് എന്ന് കൊടുക്കണം. പക്ഷെ എല്ലാ ഫയൽ എന്നുള്ളതും മാറ്റേണ്ട, ചില സ്ഥലങ്ങളിൽ മാത്രം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഫൈൻഡ് വാട്ട് എന്നുള്ള സ്ഥലത്ത് ഫയൽ എന്നുള്ളത് കൊടുത്തു. റീപ്ലേസ് വിത്ത് എന്നുള്ള സ്ഥലത്ത് ഡോക്യുമെന്റ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡോക്യുമെന്റ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം
ഇനി നമ്മൾ ഇവിടെ ഫൈൻഡ് നെക്സ്റ്റ്, അതായത് ഏതൊക്കെ വേണമെന്ന് തെരഞ്ഞതിന് ശേഷം മാത്രം റീപ്ലേസ് കൊടുക്കുക. അതും റീപ്ലേസ് ഓൾ ക്ലിക്ക് ചെയ്യാൻ പാടില്ല. ഫൈൻഡ് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫൈൻഡ് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കമ്പയർ ഫയൽസ് എന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട, ഇത് ഫയലായിട്ട് തന്നെ ഇരിക്കണം എന്നതാണെങ്കിൽ ഫൈൻഡ് നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അപ്പൊ അടുത്ത ഫയൽ എന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കാണിച്ചു തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ റീപ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫയൽ എന്നുള്ളത് മാറി ഡോക്യുമെന്റ് ആയിട്ട് മാറുന്നത് നമുക്ക് കാണാം. ഇനി അടുത്തത് വന്നിട്ടുണ്ട്. അപ്പൊ ഇതും നമുക്ക് ഫയൽ തന്നെയാണ് വേണ്ടത്. അപ്പൊ വീണ്ടും നമ്മൾ ഫൈൻഡ് നെക്സ്റ്റ് അടിക്കുന്നു. ഇങ്ങനെ ഫൈൻഡ് നെക്സ്റ്റ് അടിച്ചിട്ട് ആവശ്യമുള്ളതിനെ മാത്രം നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റീപ്ലേസ് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം അതും മാറും. അങ്ങനെയല്ല, ആവശ്യമുള്ളതിനെ മാത്രം എടുക്കാനാണെങ്കിൽ ഫൈൻഡ് ചെയ്തതിന് ശേഷം റീപ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എടുക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് റീപ്ലേസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി അടുത്തത് സെലക്ട് ആണ്. സെലക്റ്റില് 4 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ സെലക്ട് ഓള്, സെലക്ട് ഒബ്ജക്റ്റ്, സെലക്ട് ഓൾ ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്തു, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്റ്റിൽ വന്ന് സെലക്ട് ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജ് ഫുള്ളായിട്ട് സെലക്ട് ആവും. പേജിൽ വരുന്ന എല്ലാ ടൈപ്പിങ്ങുകളും സെലക്ട് ആയി വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് സെലക്ഷൻ വരുന്നത്, സെലക്ട് ഓൾ എന്നുള്ളത്. ഇനി അടുത്തത് സെലക്റ്റിൽ വന്നിട്ട് സെലക്ട് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് ജസ്റ്റ് കഴ്സർ വരുന്നത് ഒരു ലൈനായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി സെലക്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പോയിന്റർ കൊണ്ടുവയ്ക്കുമ്പോൾ എവിടെ കൊണ്ടുവയ്ക്കുകയാണെങ്കിലും പോയിന്റർ മൗസ് പോയിന്റർ ആയിട്ട് തന്നെ നിൽക്കും. അല്ലാതെ കഴ്സർ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ ഇവിടെ പറ്റില്ല. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ കാണാം, നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനെ പകരം ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ വന്ന് നമ്മൾ ഈ സെലക്റ്റിലെ സെലക്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈപ്പിങ്ങിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, ഒബ്ജക്റ്റിനെ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കഴ്സർ അങ്ങനെ മാത്രമാണ് ആക്റ്റീവായിട്ട് ഇരിക്കുക. അപ്പോൾ ഇതാണ് സെലക്ട് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഇനി നമ്മൾ അടുത്തത് പറയാൻ പോണത് സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ് എന്നതാണ്. സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാരഗ്രാഫിൽ ഞാൻ ഫോർമാറ്റ് ചെയ്തിട്ടുള്ള ചില വേർഡ്സുകളുണ്ട്. ഇപ്പോൾ ഇതിനെ ഞാൻ ബോൾഡ് ചെയ്തതാണ്, ഫോർമാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോൾഡ് ചെയ്തതിന് ഇടയിൽ കഴ്സർ കൊണ്ടുവച്ചതിന് ശേഷം സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതേ ഫോർമാറ്റിൽ വരുന്ന എല്ലാ വേർഡ്സിനെയും സെലക്ട് ചെയ്ത് കാണിക്കും. ഈ പാരഗ്രാഫിൽ വരുന്ന ഇതേ ഫോർമാറ്റിലുള്ള എല്ലാ വേർഡ്സിനെയും സെലക്ട് ചെയ്ത് കാണിക്കും നമുക്ക്. അപ്പോൾ ബോൾഡ് ചെയ്തതാവാം, ഇറ്റാലിക് ആയിരിക്കാം, എന്ത് ഫോർമാറ്റിംഗ് ആണെങ്കിലും ആ ഒരെണ്ണത്തിൽ നമ്മൾ ജസ്റ്റ് ആ ഒരെണ്ണത്തിന്റെ ഇടയിൽ പോയിന്റർ കൊണ്ട് വയ്ക്കുക. അതിനുശേഷം സെലക്റ്റിൽ വന്ന് സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ്, ഒരേ ഫോർമാറ്റിൽ വരുന്ന എല്ലാത്തിനെയും ഒപ്പം നമുക്ക് സെലക്ട് ചെയ്ത് കാണിച്ചു തരും ആ പാരഗ്രാഫിൽ. അതാണ് സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് സെലക്ഷൻ പാൻ ആണ്. സെലക്ഷൻ പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ ഒരു പാന് വരും. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഞാൻ ഇതിന് ഈ ഒരു പാരഗ്രാഫിന് താഴെ ഇൻസേർട്ടിൽ വന്നിട്ട് നമ്മൾ ഇനി പറയാൻ പോകുന്നതേ ഉള്ളൂ അതല്ല. അപ്പൊ ഇൻസേർട്ടിൽ വന്നിട്ട് ഷേപ്പിൽ ഒരു ഒബ്ജക്റ്റ് ഒരു ഷേപ്പ് ഞാനിവിടെ വരയ്ക്കുകയാണ്. നേരത്തെ ഓൾറെഡി ഒരു പിക്ചർ ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ഇമേജ് ഇവിടെ നമ്മൾ ഈ കമ്പയർ എന്ന് പറയുന്ന ഒരു ഇമേജ് ഇവിടെ ഉണ്ടായിരുന്നു. അത് കൂടാതെ ഇവിടെ ഒരു ഷേപ്പും കൂടെ നമ്മൾ വരച്ചു. അപ്പൊ നമ്മൾ ഈ ഒരു പേജിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഏത് പേജിലാണെങ്കിലും ഏത് ഷേപ്പ് ആഡ് ചെയ്താലും അല്ലെങ്കിൽ ഏത് ഒരു പിക്ചർ ആഡ് ചെയ്താലും എല്ലാം ഈ സെലക്ഷൻ പാനിൽ നമുക്ക് ഇവിടെ കിട്ടും. അതാണ് ഈ ഒരു സെലക്റ്റിൽ വന്നിട്ട് ഈ സെലക്ഷൻ പാൻ എന്ന് പറയുന്ന ഓപ്ഷൻ. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ചിലപ്പോ നമുക്ക് ചില സമയത്ത് ഈ പാരഗ്രാഫിനടിയിൽ ഈ ഒരു ഷേപ്പിന്റെ ആവശ്യം നമുക്കില്ല. പ്രിന്റ് എടുക്കുന്ന സമയത്ത് തൽക്കാലം നമുക്കിത് ആവശ്യമില്ല. അപ്പൊ നമ്മളിത് ഡിലീറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ആവശ്യം വരുമ്പോൾ വീണ്ടും വരയ്ക്കണം. അപ്പോൾ നമുക്ക് പ്രിന്റ് എടുക്കുന്ന സമയത്ത് മാത്രം ഒന്ന് അതിനെ ഹൈഡ് ചെയ്താൽ മതി.
അങ്ങനെ വരുമ്പോൾ ഈ സെലക്ഷൻ പാനിൽ വന്നിട്ട് ഏതിനെയാണോ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ടത്, ഇവിടെ ഒരു ഐക്കൺ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് അതിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേപ്പ്, അത് പിക്ചർ ആയിരിക്കാം, ഷേപ്പ് ആയിരിക്കാം, എന്തോ ആവാം, ആ ഒരു ഷേപ്പ് ഹൈഡായി കിടക്കും, കാണിക്കില്ല. നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് വീണ്ടും അതിനെ തിരിച്ചു വേണം എന്നുണ്ടെങ്കിൽ ഇതേ പാനിൽ വന്ന് ഈ ഷേപ്പിന്റെ ഐക്കണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വീണ്ടും നമുക്ക് ഷോ ചെയ്ത് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് സെലക്ഷൻ പാൻ എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പൊ ഇത്രയാണ് നമ്മൾ പറയുന്നത്. സ്റ്റൈല് പറഞ്ഞു, ഫൈൻഡ് പറഞ്ഞു, അതേപോലെ ഫൈൻഡിൽ തന്നെ അഡ്വാൻസ് ഫൈൻഡ് പറഞ്ഞു, ഗോ ടു, പിന്നെ റീപ്ലേസ്, സെലക്ഷനിൽ സെലക്ട് ഓൾ, സെലക്ട് ഒബ്ജക്റ്റ്, സെലക്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ്, സെലക്ഷൻ പാൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.